എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഞാനിന്നൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത് പഴുത്ത ചക്കയാണ് കേട്ടോ. പഴുത്ത ചക്കയെ കൊണ്ട് അത് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചേക്കണതാണ്. അതതിൻ്റെ വെള്ളമൊന്ന് വലിയട്ടെ ഇട്ടാൻ ഈ പാൻ വെച്ച് അതിനകത്തേക്ക് ഒന്ന് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടെടുത്തതാണ്. വെള്ളം കളഞ്ഞതാണ്, എന്നാലും വെള്ളമുണ്ട്. ഒന്നങ്ങോട്ട് വെള്ളം വലിയില്ല. ഞാൻ ഈ ചക്കയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചക്കയമേ ഒന്ന് പിടിക്കാനായിട്ട്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഉടച്ചും കൊടുക്കാം. ഒന്ന് കുക്കറിലൊന്നും ഇട്ടില്ല, ഒരു പാത്രത്തിലിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുത്താൽ അതിലോന്ന് വിചാരിച്ചു. കുക്കറിലിടുമ്പോൾ അധികം കുഴഞ്ഞ് വെള്ളത്തിൻ്റെ അംശം പോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നാണ്ട് ഉടച്ചാൽ മതി. പിന്നെ പോരാത്തത് ചൂടാറുമ്പോൾ കൈ കൊണ്ട് ഉടയ്ക്കാമല്ലോ. പച്ചച്ചക്ക വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ചക്ക പഴുത്തു പോയി. അപ്പം എന്നാൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് തേങ്ങയും ശർക്കരയിട്ട് വിളയിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് പഴുത്ത ചക്ക കൊണ്ട് ചെയ്യാമെന്ന്. ചക്ക സീസൺ കഴിയാനല്ലേ പോണേ. അപ്പോൾ ചക്കയും കൊണ്ട് ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളത് മടി കാണിക്കില്ലേ. കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. ഒരു അഭ്യർത്ഥനയായിട്ട് കൂട്ടാം. ഞങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾ ചെയ്യുന്നവരുടെ വിജയം, പ്രേക്ഷകരുടെ പ്രോത്സാഹനം. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചാലല്ലേ ചെയ്യുന്നവർക്കൊരു ഇതുണ്ടാവുള്ളൂ. ചക്ക വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാനിത് മാറ്റാണ്, പാനിൽ നിന്ന് മാറ്റാണ്. അതേ പാനിൽ തന്നെ ഞാൻ തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് വിളയിക്കണം. ശർക്കര നീര് ഒരു 3 ഉണ്ട ശർക്കര, 3 ഉണ്ടെന്ന് വെച്ചാൽ അച്ചുണ്ട, അത് കുറച്ച് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് പാനിലേക്ക് ഒഴിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു തേങ്ങ ചിരകിയെടുത്തേക്കണതാണ് കേട്ടോ. അതും ഈ ശർക്കരയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. ശർക്കര തേങ്ങയമേ നന്നായിട്ട് പിടിക്കുന്ന വെള്ളം വറ്റുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ചക്കയുടെ സീസൺ കഴിയാറായി, എന്നാലും ഉണ്ട് കുറേശ്ശൊക്കെ. മാങ്ങയെ കൊണ്ടൊക്കെ ഒത്തിരി വിഭവങ്ങളുണ്ടാക്കി, ചക്കയെ കൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. എന്നാൽ ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു, പച്ചച്ചക്ക ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പഴുത്തുപോയി.
തേങ്ങയും ശർക്കരയും വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കായാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ഏലക്കായ തന്നെയാണ് കുറച്ച് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പഞ്ചസാര കൂട്ടിയതാണ്. നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ ഈ തേങ്ങയുടെ മിക്സിലേക്ക് ഞാൻ നേരത്തെ ഇട്ട് വെച്ച ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്നും കൂടി അങ്ങോട്ട് ഇതാവാനായിട്ടാണ്. തേങ്ങയും ശർക്കരയൊക്കെ ചക്കയിലൊന്നാണ്ട് പിടിച്ചു വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും ശർക്കരയും വിളയിച്ചതിൽ ചക്ക ഇട്ട് ഇനിയും ഉടയാത്ത ചക്ക പീസുകളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒന്നും കൂടി ഈ കയ്യിലുകൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ. വെള്ളം വലിഞ്ഞ് കിട്ടിയാലാണ് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. എന്നോട് വെള്ളം വലിയാനുള്ള ഒരു ട്രിക്ക് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാൽ നീളത്തിലുള്ള റൊട്ടിയാണ് മേടിച്ചത്. അതിൻ്റെ നീളത്തിലുള്ള ബെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ശരിക്കും ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് റൊട്ടിയുടെ ഇതുകൾ മാറ്റി വെച്ചതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാണ്, ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിത് ഉള്ളത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് ഈ പൊടി അല്ല, റൊട്ടിപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കുഴച്ചിലുണ്ടെങ്കിൽ ചെയ്യാം, റസ്ക് പൊടിച്ചതോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യം വന്നാൽ ചെയ്യാം ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഇന്നലത്തെ ഇത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ അത് മാറ്റി വെച്ചതാണ്. അപ്പോഴാണ് ചക്ക കിട്ടിയത്. എന്നാൽ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്താ, യാതൊരു മായമില്ലാത്ത സാധനങ്ങളാണ് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ. തേങ്ങ വീട്ടിലുള്ളത്, ശർക്കര മാത്രം മേടിച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം വീട്ടിലുള്ള സാധനം, ചക്ക വീട്ടിലുള്ളത്. എല്ലാവർക്കും ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക്, നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ, ഷെയർ ചെയ്ത് കൊടുക്കാനും എനിക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇത് ഇത്രയും മതി. ഇത് ഞാൻ വാങ്ങാൻ പോവാണ്. കണ്ടോ, നല്ലോണം ആയിട്ടുണ്ട്. ഇത് ഉരുട്ടിയെടുക്കാനുള്ളതല്ല. ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഞാൻ ഇത് മുക്കി പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കട്ടെ. ചക്കക്കൂട്ട് മുക്കി പൊരിക്കാനായിട്ട് ഞാൻ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്,
1 സ്പൂണ് പഞ്ചസാര, ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ്. നല്ല മധുരമുള്ളതാണ് ചക്കയ്ക്കും. ശർക്കര ഇട്ടേക്കുന്നതാണ് കൂട്ടിന്, എന്നാലും ഈ പൊടിക്കൊരു ചെറിയ മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു ചെറിയ കളറുണ്ടാവാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി. നല്ലോണം മിക്സ് ചെയ്യുക. അതൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത്ര അളവൊന്നും ഞാൻ പറയണില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. മൈദപ്പൊടി 1 കപ്പ് മൈദപ്പൊടി ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് പറയണില്ല ഞാൻ, കാരണം ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കൂട്ടിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച്, ലൂസും കട്ടിയുടെ അനുസരിച്ചൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് ചേർക്കണമല്ലോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു. പഴുത്ത ചക്ക കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉരുട്ടി വെച്ചേക്കണത്. അത് ഇനി മൈദയിൽ മുക്കി പൊരിക്കാനാണ് പോണം. മൈദ മിക്സ് ചെയ്ത് വെച്ചേക്കണം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇത്ര അളവൊക്കെ പറഞ്ഞായിരുന്നു. ഇതേപോലെയാണ് മിക്സ് ചെയ്തേക്കണം. അധികം ലൂസാവുകയും വേണ്ട, അധികം കട്ട ആവുകയും വേണ്ട. ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, സൺഫ്ലവറാണ് ഒഴിച്ചേക്കണേ. വെളിച്ചെണ്ണ ഒന്ന് തിളക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിത് ഓരോന്ന് മൈദയിൽ മുക്കി ഇടാണ് കേട്ടോ. നമ്മൾ പിടിച്ചിടുമ്പോൾ പിടിക്കുന്ന വശത്തെ മൈദ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ തുള്ളി ഒഴിക്കണത്. പഴുത്ത ചക്ക കൊണ്ടുള്ള സ്നാക്സ് ഇതുപോലെയാണ് കേട്ടോ വെന്ത് കിട്ടിയേക്കണേ. ഒരു പ്രാവശ്യത്തെ പൊരിച്ച് കോരിയേക്കണതാണ്. രണ്ടാമത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്, അത് വേവട്ടെ. പഴുത്ത ചക്ക കൊണ്ടുള്ള സ്നാക്സ് സുജിയൻ, പഴുത്ത ചക്കയുടെ സുജിയൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചെയ്തൊക്കെ കണ്ടതല്ലേ, എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണ്. ചക്കയും തേങ്ങയൊക്കെ ഇപ്പോൾ കഴിയാറായിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ. എല്ലാവരും അത് ചെയ്തു നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.